1000 കോടി വാനകോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗമൂഹിക്കാവതു കാണും ഗഗനതലമതു മനുജഗണനയും അതിശയിച്ചുയരും വിധം തവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവതു സൗഖ്യം ലേശമെങ്കിലും ഉറയ്പ്പാനാവീതു സൗഖ്യം ലേശമെങ്കിലും ഉറയ്പ്പാനാവീതു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം ഇന്ന് കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാം, പങ്കുവയ്ക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും നാമവിശേഷങ്ങളും എബ്രായ ലേഖനകർത്താവ് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ശീർഷകം മരണം ആസ്വദിച്ച യേശു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരണം ആസ്വദിച്ച അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നായകനെന്നും മരണത്തെ ജയിച്ച നായകനെന്നും കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ നായകനെന്നും രക്ഷാനായകനെന്നും അതുപോലെ തന്നെ വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന നായകനെന്നും നമ്മെ സംരക്ഷിക്കുന്ന നായകനെന്നും അതുകൊണ്ട് തന്നെ നമ്മോട് സദൃശനായി തീർന്ന നായകൻ എന്നും ഈ 2-ാം അധ്യായത്തിൻ്റെ വിവിധ വാക്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാനായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ രാവിലെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാനമായ വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു എന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് അത് ഈ നിലയിൽ ഒരു താഴ്ച ധരിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ 8-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സകലവും അവനെ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വന്നിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അതായത് മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിലാണ് നാം ഈ ഭാഗം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ സകലവും എന്ന് പറയുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്, മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം സകല അധികാരങ്ങളും അവന് നൽകി. എന്നാൽ ഇപ്പം അതൊന്നും മൃഗങ്ങളാകട്ടെ പക്ഷികളാകട്ടെ മറ്റു കാര്യങ്ങളൊന്നും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പാപം പ്രവേശിച്ചത് മുഖാന്തരം ഉണ്ടായ മനുഷ്യൻ്റെ അധപ്പതിച്ച അവസ്ഥയാണ് ഈ 8-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യരെക്കുറിച്ച് അത് ആഗ്രഹിച്ച കാര്യം നടന്നില്ല. അതിന് പകരം ദൈവം ആഗ്രഹിക്കാത്ത സ്ഥിതിയിലേക്ക് മനുഷ്യൻ വീണുപോയി. അതുകൊണ്ട് സകലത്തിനും അധിപതിയായിരിക്കേണ്ട മനുഷ്യൻ മറ്റുള്ള അനേകം കാര്യങ്ങളുടെ ആധിപത്യത്തിന് കീഴിലായിത്തീർന്നു. എങ്കിലും ദൈവം എന്ത് ചെയ്യുന്നില്ല, അവനെ അത് ഉപേക്ഷിക്കുന്നില്ല, അവനെ കൈവിടുന്നില്ല എന്നുള്ള സത്യമാണ് എബ്രായ ലേഖനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത്. നാം രാവിലെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം കൂടെ മനസ്സിൽ വെച്ച് ഓർത്ത് ഇന്ന് ആരാധിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും അനേക പാകപ്പിഴകൾ, പാപങ്ങൾ ദൈവം ചെയ്യുന്നില്ല, ദൈവം ഓർക്കാതെ അതിനോട് കരുണ കാണിക്കുകയും ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു, നമ്മളെ കൈവിടാതെ ദൈവത്തിൻ്റെ കൃപയാൽ എന്തു ചെയ്യുന്നു, മനുഷ്യനെ പിന്നെയും അവൻ്റെ മഹത്വത്തിന് വേണ്ടി നിർത്തുകയാണ്.
ഇവിടെ വായിക്കുന്നത് അവനെ മനുഷ്യനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ട് കാണുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവം അങ്ങനെയാണ് തൻ്റെ പദ്ധതി തയ്യാറാക്കിയത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ ആ അടിമനുഖത്തിന് കീഴിൽ കിടന്ന നമ്മെ ആ സ്ഥാനത്തുനിന്ന് ഉദ്ധരിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്നു വരുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു വരുന്നത് ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു എന്നാണ്. ദൂതന്മാരുടെ ആരാധ്യനായിരുന്ന ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, യേശു എന്നുള്ളത്. നാം മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പായിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു രക്ഷിതാവ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ യേശു എന്ത് ചെയ്തു? ദൈവരൂപത്തിലിരുന്നവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ മനുഷ്യരൂപം എടുത്തു. അതുകൊണ്ട് യേശു എന്ന നാമം അവന് നൽകി. ദൈവം അവന് മനുഷ്യത്വം എടുക്കുവാനായിട്ടുള്ളതായ എല്ലാ നിലയിലുള്ളതായ സാവകാശവും നൽകി. ഇവിടെ നമ്മെ മരണത്തിൻ്റെ ആ കരാള ഹസ്തത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ മനുഷ്യനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഒന്നാം മനുഷ്യനായ ആദമിൻ്റെ പാപത്താൽ ഉണ്ടായ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ഒരു രണ്ടാം മനുഷ്യൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാണ് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവനാണ്, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നും ഉള്ളവനാണ്. അതുകൊണ്ട് മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ട് ഉള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിക്കുന്നത് പോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. ഈ രണ്ടാം മനുഷ്യനാണ് യേശു. അവൻ ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച വന്നവൻ ആയിത്തീർന്നു. അല്പം ഒരു താഴ്ച എന്നുള്ളത് അല്പകാലത്തേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്പകാലത്തെന്ന് പറഞ്ഞാൽ അല്പസമയത്തിന് വേണ്ടിയാണ്. യെശയ്യാവ് ആ കാര്യം വിസ്തരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ അല്പസമയത്തേക്ക് എന്ത് ചെയ്തു? അവൻ്റെ മുഖം മറച്ചു എന്നാണ് യെശയ്യാവ് പറയുന്നത്. അല്പസമയത്തിന് മാത്രമേ ഉള്ളൂ, കേവലം ഒരു 3 മണിക്കൂർ. എന്നാൽ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം നമുക്ക് മനുഷ്യൻ ലഭ്യമായി തീരുവാൻ ഒറ്റയൊരു മാർഗമേ ഉള്ളായിരുന്നു. ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി തകർത്ത് കളയുക എന്നുള്ളത്. കാരണം നാം ഈ 2-ാം അധ്യായത്തിൻ്റെ 14ഉം 15ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാച് എന്ന തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പൂർവ്വസ്ഥിതി ഇവിടെ ഓർപ്പിക്കുന്നത് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി നാം ജീവപര്യന്തം മരണത്തിൻ്റെ അടിമകളായിരുന്നു. അങ്ങനെയായിരുന്ന നമ്മെ എന്ത് ചെയ്തു? വിടുവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി യേശു മരണം ആസ്വദിച്ചത്. എല്ലാവർക്കും എന്നുള്ളതായ ആ ആശയം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും പാപികളാണെന്നാണ് റോമാലേഖനം 3:21 വായിക്കുന്നത്. അതുകൊണ്ട് സർവ്വസൃഷ്ടിയും എന്ത് ചെയ്യണം? ഈ രക്ഷ കണ്ടെത്തിയേ മതിയാകുള്ളൂ, ഈ സൃഷ്ടിതാവിനെ മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് മരണം ആസ്വദിപ്പാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് മരണം ആസ്വദിപ്പാൻ വേണ്ടി യേശു അനുഭവിച്ച് എന്നാണ് നമ്മൾ വായിക്കുന്നത്. മരണം എല്ലാവർക്കും അനുഭവിക്കേണ്ട ഒന്നാണ്. ആരും ആ മരണം ആസ്വദിക്കാതിരിക്കുന്നില്ല. എന്നാൽ നമ്മെ ആ മരണത്തിൻ്റെ ആ പിടിയിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ച് നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ ആ കർത്താവിനെ നമുക്ക് രാവിലെ ഓർത്ത് മരണം ആസ്വദിച്ച കർത്താവിനെ ഓർത്ത് നമുക്ക് ആരാധിക്കാം, നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.